അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി പഠിക്കുമ്പോൾ +1 കുട്ടികൾക്ക് ഇന്ത്യൻ ഇക്കോണമി പഠിക്കുന്ന സമയത്ത് എക്സാമിന് മോസ്റ്റ്ലി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്താണെന്നറിയോ? നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ നമ്മുടെ ബ്രിട്ടീഷ് റൂളിങ്ങിൻ്റെ സമയത്ത് എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്, അവിടുത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു? ഈ ഒരു ക്വസ്റ്റ്യൻ അഗ്രികൾച്ചറൽ സെക്ടറിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ പ്രൈമറി സെക്ടറാണ്, അത്രയും ഇമ്പോർട്ടൻസ് അവിടെ ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ കൊളോണിയൽ ഗവൺമെൻറ് ഇവിടെ റൂൾ ചെയ്തിരുന്ന സമയത്ത് അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് ഇന്ത്യൻ അഗ്രികൾച്ചർ ബിക്കെയിം സ്റ്റാഗ്നന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ബിക്കെയിം വെരി ലോ. അതായത് കൊളോണിയൽ പീരീഡിൽ ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് എന്താണോ വേണ്ടത് അത് മാത്രമല്ല അവർ ഫോക്കസ് ചെയ്തിട്ടില്ലേ, അതിലപ്പുറത്തേക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? കൊളോണിയൽ പീരീഡിൽ അഗ്രികൾച്ചറൽ സെക്ടർ സ്റ്റാഗ്നന്റ് ആയി എന്നാണ് പറയുന്നത്. സ്റ്റാഗ്നന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് സ്റ്റക്കായി പോയി, അതായത് ഒരു ഉയർച്ചയില്ലാത്ത രീതിയിലേക്ക് സ്റ്റക്കായി പോയി എന്നുള്ളതാണ്. ആൻഡ് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ വളരെയധികം കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റാഗ്നേഷൻ സംഭവിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ റീസൺസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുക. ഇതെന്തായാലും ഒരു 5 മാർക്സിനൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ, 5 മാർക്സിനൊക്കെ വരാം. അപ്പോൾ ഇവിടെ റീസൺസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 6 പോയിന്റ്സ് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. ഈ 6 പോയിന്റ്സ് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഒരു 1 or 2 സെൻറ്റൻസിൽ നിങ്ങൾ എക്സ്പ്ലനേഷനും കൊടുക്കുക. 6 പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഓർ റവന്യൂ സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ഇതാണ്, അതായത് ജമീന്ദാരി സിസ്റ്റം ഒക്കെ നമ്മൾ കേട്ടില്ലേ, അതായത് കുറച്ച് പേരുടെ പേരിലേക്ക് മാത്രം എന്താണ് ലാൻഡും റവന്യൂ ഇതൊക്കെ അവരിൽ മാത്രം ഫോക്കസ്ഡ് ആണ്, ബാക്കിയുള്ളവർക്ക് എന്തില്ല, ഇതൊന്നും കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യം. അപ്പോൾ അത് ഡെഫിനറ്റ്ലി അഗ്രികൾച്ചറൽ സെക്ടറിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർട്ടീഷൻ ഓഫ് കൺട്രി, നമ്മുടെ കൺട്രിയുടെ ടോട്ടൽ നമുക്കറിയാം ഈ ഒരു അവരുടെ ഒരു റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന കൊളോണിയൽ റൂളിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു അവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത്? ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ളതാണ് അല്ലേ. ഡിവൈഡ് ആൻഡ് റൂൾ, ഡിവൈഡ് ചെയ്തിട്ട് റൂൾ ചെയ്യുക, ആൾക്കാരെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളതല്ല, എല്ലാവരും പരസ്പരം ഡിവൈഡ് ചെയ്ത് റൂൾ ചെയ്യുക. അപ്പം നമ്മുടെ രാജ്യം തന്നെ എന്തായി, ഫുള്ളി ഒരു കൈൻഡ് ഓഫ് ഒരു ഡിവൈഡ് ചെയ്യപ്പെടുമായിരുന്നു. നമുക്കറിയാം അതിനുശേഷം അവർ പോയ സമയത്തേക്ക് നമ്മൾ എന്തായി, ഇന്ത്യ, പാകിസ്ഥാൻ എന്നുള്ള ഡിവിഷൻസും കാര്യങ്ങളൊക്കെ സംഭവിച്ച ആ സമയത്താണ്. അതൊരു റീസണാണ്. ദെൻ ആബ്സെൻസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ആവശ്യത്തിനുള്ള ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിനെ കമേഴ്ഷ്യലൈസ് ചെയ്ത സാഹചര്യവും, അതുപോലെ തന്നെ എന്താണ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ, അതായത് വെള്ളത്തിൻ്റെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, വെള്ളമോ അതുപോലെ അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അഗ്രികൾച്ചറൽ സെക്ടറിൽ, കൃഷി നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതൊന്നും തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എന്തായി, അഗ്രികൾച്ചറൽ സെക്ടർ സ്റ്റാഗ്നന്റ് ആയിപ്പോയി, അതായത് സ്റ്റക്കായിപ്പോയി, മുന്നോട്ടൊരു ഉയർച്ചയില്ലാതായി പോയി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് 5 മാർക്സിന് ചോദിച്ചേക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചേക്കാം എന്നല്ല, ഓണം എക്സാമിന് ചോദിക്കും എന്ന് തന്നെ വിശ്വസിക്കുക. കാരണം മോസ്റ്റ്ലി ഇത് ചോദിക്കുക, എല്ലാ ഇയറിലും റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എല്ലാവരും പഠിച്ചു വെക്കുക. സോ താങ്ക് യു, ബൈ.